അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമ്മുടെ ഈ കുടുംബ സംഗമത്തിൻ്റെ ആദരണീയ അധ്യക്ഷ, ആദരണീയ വ്യക്തിത്വം, നമ്മുടെ MGM സംസ്ഥാന ട്രഷററും UAE പ്രസിഡൻറ്റും കൂടിയായിട്ടുള്ള ഞാൻ ആദരിക്കുന്ന വ്യക്തിത്വം റാബിയ മുഹമ്മദ്, സ്വാഗത ഭാഷണം നടത്തിയ നമ്മുടെ UAE MGMനെ നയിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയങ്കരിയായ ഫാത്തിമ ജലീൽ, നമ്മുടെ സംഗമം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ MGMൻ്റെ നെടുന്തൂണി എന്ന് വിശേഷിപ്പിക്കാവുന്ന ആദരണീയ വ്യക്തിത്വം പ്രിയങ്കരിയായ സുഹറ മമ്പാട്ട്, നമ്മുടെ UAE ട്രഷറർ പ്രിയങ്കരിയായ ഷബു സക്കരിയ അടക്കമുള്ള MGMൻ്റെ സാരഥികളെ, സ്നേഹനിധികളായ സഹോദരിമാരെ, മക്കളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാഥ, നീ നമ്മെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റഹ്മാനായ നാഥ, നമ്മുടെ ജീവിതത്തിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ പരിപൂർണമായും നീ നമുക്ക് പുറത്തു തരികയും നാളെ പരലോകത്ത് ഉന്നത പദവി ഏറ്റുവാങ്ങിയ യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാനും സ്വർഗത്തിൻ്റെ അവകാശികളാകാൻ നാഥ, നീ നമ്മെ മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പ്രിയമുള്ളവരെ, കുടുംബ സംസ്കരണത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്നതാണ് ഈ ഒരു സംഗമത്തിൽ ഒരുമിച്ച് കൂടിയ എനിക്കും നിങ്ങൾക്കും കുറഞ്ഞ ടൈമിൽ ചർച്ച ചെയ്യാനുള്ള വലിയൊരു വിഷയം. ഇതില്ലെങ്കിൽ നമുക്കൊന്നുമില്ല എന്ന് പറയുന്നത് കൊണ്ട് തെറ്റില്ല എന്നതാണ്. ഇവിടെ കുടുംബ സംസ്കരണത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്ന് പറയുമ്പോൾ കുടുംബം ഒരു ഭാഗത്തുണ്ട്, സ്ത്രീ വേറൊരു ഭാഗത്തുണ്ട്. അതിൽ ഞാൻ ആദ്യം സ്ത്രീയെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഹുവാ റസ്മിയോട് സ്ത്രീയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ധാർമ്മികതയും സംസ്കാരവും, ഇനി അതൊന്നും അല്ലെങ്കിൽ ഒരു ദീനുള്ള പെണ്ണാണെങ്കിൽ അവൾക്ക് ഒരു മാർക്കിട്ടോളൂ എന്നാണ് പറഞ്ഞത്. ഒറ്റ മാർക്കിട്ടാൽ മതി. എന്നിട്ട് പിന്നെ നമ്മളൊരു പെണ്ണിനെക്കുറിച്ച് നോക്കുമ്പം സാധാരണ നോക്കാറുള്ളത് അവൾ വിദ്യാഭ്യാസമുള്ള പെണ്ണാണോ എന്ന് നോക്കും. ആദ്യം നോക്കുന്ന ഒന്നാണ് അതില്ലേ? അതെ. അപ്പോൾ വിദ്യാഭ്യാസം ഉണ്ട് എങ്കിൽ ഈ ഒന്നിൻ്റെ ഇപ്പുറത്ത് 0 ഇടുക. അപ്പോൾ എത്ര മാർക്കായി? നിങ്ങൾ പറയണേ. നിങ്ങൾ മിണ്ടാൻ വേണ്ടിയാണ് നല്ല ബോക്സെല്ലാം തന്ന് കുടിക്കാനൊക്കെ തന്ന് നിങ്ങളെ റെഡിയാക്കിയത്. പക്ഷേ ഇതെല്ലാം കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾ ഇരുത്തോ? അതെന്താ മാച്ചാവാത്തത്? ഇത് രണ്ടും മാച്ചാവണ്ടേ? അപ്പോൾ എന്നോട് പ്രതികരിക്കണം കേട്ടോ. അപ്പോൾ ദീനുള്ള പെണ്ണിന് ഒരു മാർക്കിടുക. ഓക്കെ. എന്നിട്ട് നമ്മൾ നോക്കുന്ന ഒരു ക്വാളിറ്റിയാണ്, ഒരു ഗുണമാണ്. അവൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ? അപ്പോൾ എന്തിടണം? ഒരു 0 ഇടണം. അപ്പോൾ എത്രയായി? 10. ഓക്കെ. എന്നിട്ട് പിന്നെ നമ്മൾ നോക്കുക എന്താണ്? സൗന്ദര്യം ഉണ്ടോ നോക്കൂലേ? ഓക്കെ, സൗന്ദര്യമുണ്ട്. അപ്പോൾ ഒരു 0 കൂടി ഇടുക. അപ്പോൾ എത്രയായി? 100ആയി. വീണ്ടും നമ്മൾ നോക്കുന്നതാണ് വിദ്യാഭ്യാസം നോക്കി, സൗന്ദര്യം നോക്കിയില്ലേ? പിന്നെ നമ്മൾ എന്ത് നോക്കും? സമ്പത്തുണ്ടോ എന്ന് നോക്കും ഇല്ലേ? സമ്പത്തുണ്ട്. അപ്പോൾ ഒരു 0 കൂടി ഇടുക. അപ്പോൾ എത്രയായി? 1000. ഓക്കെ. അപ്പോൾ സൗന്ദര്യം നോക്കി, സമ്പത്ത് നോക്കി, വിദ്യാഭ്യാസം നോക്കി, പിന്നെ നമ്മൾ നോക്കും തറവാട്. ഒരു 0 കൂടി ഇടേ. അപ്പോൾ എത്രയായി? 10,000. 10,000 ആയില്ലേ? പിന്നെ നമ്മൾ എന്താ നോക്കുക? ഉമ്മ ചെറിയ പ്രായക്കാരിയാണോ? അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നോക്കലില്ലേ? മകൾക്ക് അതായത് നമ്മളെ മോനെ കെട്ടിക്കുമ്പോൾ ഒരു നല്ല പെണ്ണ് വേണം. അപ്പോൾ ഇതെല്ലാം നോക്കി അതിൻ്റെ ഇടയിൽ ആ കുട്ടീൻ്റെ ഉമ്മ എങ്ങനെയുള്ള കുട്ടിയാ? ചെറുപ്പക്കാരിയാ അല്ലേ? അങ്ങനെ എന്തൊക്കെ നമ്മൾ നോക്കുമോ, നോക്കുന്നതൊക്കെ നിങ്ങൾ ഇട്ടോ കേട്ടോ. 0 ഇട്ട് 1,00,000 1 കോടി എത്രയാവാം. എന്തിട്ടാലും അദ്ദേഹം പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ 0 ഇട്ട് പോയിക്കോ. എന്നിട്ട് അവസാനം എല്ലാം ആയാൽ, കോടിയാണോ ലക്ഷമാണോ എത്രയാവട്ടെ, എല്ലാം ആയാൽ ആ ഒന്നൊന്ന് മാറ്റി നിർത്ത്. ഏതൊന്ന്? ദീനാകുന്ന ഒന്ന് മാറ്റി നിർത്ത്.
നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്തേ. ഡിലീറ്റ് ചെയ്താൽ ബാക്കിയുള്ള പൂജ്യത്തിന് എന്ത് വാല്യൂയാ? നിങ്ങൾ പറ. ഒരു വാല്യൂ ഇല്ല അല്ലേ? വട്ട പൂജ വട്ട 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 പൂജ 0. അപ്പോൾ ഒരു പെണ്ണാരാവണം? ഉത്തരം പറയും. ഒരു പെണ്ണാരാവണം? നമുക്ക് എന്തുണ്ടായാലും പ്രിയമുള്ളവരെ, നമുക്ക് ദുനിയാവിൽ അള്ളാഹു എന്ത് നൽകിയിട്ടുണ്ടെങ്കിലും എല്ലാം അള്ളാഹു നൽകട്ടെ. ഈ നൽകിയതിനൊക്കെ വാല്യൂ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആരായിരിക്കണം? ദീനുള്ള ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഫസ്റ്റ് ക്വാളിറ്റി. ദീനുള്ള ഒരു പെണ്ണാവണം. എന്തിനാ നമ്മൾ ദീനുള്ളതാവുന്നേ? നമ്മൾ പൊതുവേ സ്ത്രീ പെണ്ണി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ദുബായിലും നിങ്ങളെ നാട്ടിലും പറയാറുണ്ടോ എനിക്കറിയില്ല. എൻ്റെ നാട്ടിൽ പറയാറുണ്ട് ചെമ്മീൻ തുള്ളിയാ മുട്ടോളം. ബാക്കി നിങ്ങൾ പറയും. ഈ ഒരു ധാരണ നമുക്കുണ്ട്. നമ്മൾ നന്ന ആരാ ഇല്ലേ? നമ്മൾ എവിടെയെങ്കിലും പോകാന്നെല്ലാം തീരുമാനിച്ചിട്ട് 2 ആൾ ഒന്നിച്ച് പോകുമ്പം അല്ലെങ്കിൽ 3 ആൾ ഒന്നിച്ച് പോകുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, നമ്മൾ 3 ആളൊറ്റക്കാ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? 3 ആളൊറ്റയാ, 2 ആളൊറ്റയാ? പക്ഷെ നമ്മൾ അങ്ങനെയാണ് ചോദിക്കുക. കാരണം എന്താണ്? നമുക്കൊന്നും പറ്റൂല. പക്ഷേ നോക്കൂ പ്രിയമുള്ളവരെ, ഒരു വിമൺ ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഫാമിലി ആൻഡ് സൊസൈറ്റി. ഒരു പെണ്ണാണ്, ഞാനിത് പറയാത്തൊരു വേദി ഉണ്ടാകാറില്ല, ഒരു പെണ്ണാണ് സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും നിർമ്മാണ ഘടകം. ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ഒരു വിമണാണ്, ഒരു പെണ്ണാണ്. നിങ്ങൾ പ്രസവിക്കുന്ന നമ്മുടെ മക്കളെ ഉണ്ടല്ലോ, തൊട്ടിലിൽ കിടത്തി ഞങ്ങളിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ കുഞ്ഞിനെയല്ല, നമ്മുടെ മക്കളെയല്ല, മറിച്ച് ഞാൻ ആട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു സമൂഹത്തെയാണ് എന്ന് ആര് തിരിച്ചറിയണം? നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ആ തിരിച്ചറിവിൽ നിന്നാണ് യഥാർത്ഥ വളർന്നു വരുന്ന സമൂഹത്തിന് യഥാർത്ഥ ശിക്ഷണം നൽകേണ്ടത് ആരാണ്? സ്ത്രീകളായ നമ്മളാണ്. ആ ശിക്ഷണം വളരെ കൃത്യമായി നാം നൽകുന്നില്ല എങ്കിൽ നാം നശിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ മക്കളെയല്ല, മറിച്ച് സമൂഹത്തെയാണ് നാം ഓരോരുത്തരും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? വളരെ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോഴാണ് ദീനുള്ള, ധാർമ്മികതയുള്ള, സംസ്കാരമുള്ള there is not worse evil than a bad woman and ever been produced better than a good one. ഒരു ചീത്ത സ്ത്രീയേക്കാൾ ചീത്തയായ മറ്റൊന്ന് ലോകത്ത് നശിച്ചൊരു പെണ്ണി എന്ന് പറയുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ. വളരെ മോശമാണ് കേട്ടോ. ഇതിലപ്പുറം നശിച്ച ഒന്ന് ഈ ലോകത്ത് ചൂണ്ടിക്കാണിക്കാൻ ഈ ലോകത്തില്ല എന്നതാണ്. ഒരു നല്ല സ്ത്രീയേക്കാൾ പ്രിയമുള്ളവരെ നമ്മൾ മുത്തുകളാവണം. ചിപ്പിക്കുള്ളിലുള്ള മുത്തുകളാണ് സ്ത്രീകളായ നമ്മളെ. ഒരു നല്ല സ്ത്രീയാണ് നമ്മളെങ്കിൽ ഇതിനേക്കാൾ നല്ലത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ ഭൂലോകത്ത് മറ്റൊന്നില്ല എന്നതാണ് പ്രിയമുള്ളവരെ ആര് മനസ്സിലാക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അത്രയും ഉയരാനും അത്രമാത്രം നമുക്ക് ചുറ്റുമുള്ളതിനെ നന്നാക്കാൻ പടച്ചവൻ അത്രയും കഴിവ് നമ്മുടെ കരങ്ങൾക്ക്, ആ ശക്തി തന്നിട്ടുണ്ട് എന്ന വിശ്വാസത്തിലാണ് 2025 ജനുവരി മാസത്തേക്ക് ഞാനും നിങ്ങളും കാലെടുത്തു വെക്കേണ്ടത് എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ എനിക്കാദ്യമായി പങ്കുവെക്കാനുള്ളത്. ഇനി നമുക്ക് ചുറ്റും ഒരുപാട് സംഘടനകളുണ്ട്, നമുക്ക് ചുറ്റും ഒരുപാട് ഇസം നമ്മൾ കാണുകയാണ്. കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, ഫെമിനിസം, ലിബറലിസം, ഇങ്ങനെ ഒരുപാട് ഇസം കാണുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ നമ്മുടെ ഈ വിഷയവുമായി ഇതിനുശേഷം നമ്മൾ വലിയൊരു ക്യാമ്പയിനിൻ്റെ പ്രഖ്യാപനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വികലമാക്കരുത് വിവാഹ വിശുദ്ധി. ഇന്ന് നമ്മൾ ഫെമിനിസം ഒരു പാശ്ചാത്യ ചിന്താഗതിയാണ്. സ്ത്രീയും പുരുഷനും തുല്യരാണ്. സ്ത്രീക്ക് പുരുഷനേക്കാൾ മീതയാണ് ആര്? സ്ത്രീ. ഇങ്ങനെ ഒരുപാട് ധാരണകൾ നമ്മ വല്ലാതെ, പുരുഷൻ്റെ ശത്രുവാണ് സ്ത്രീ, സ്ത്രീ പുരുഷൻ്റെ അടിമയാണ് എന്ന രൂപത്തിലൊക്കെ വല്ലാത്തൊരു പാശ്ചാത്യ ചിന്താഗതി, ഫെമിനിസം. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. അങ്ങനെ ഒരു ചിന്താഗതി ഇന്ന് നമ്മുടെ ഇടയിൽ ധാരാളമായി വളർന്നു വരുന്നുണ്ട്. അതുപോലെ ലിബറലിസം അല്ലേ, പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല, കല്യാണമൊന്നും കഴിക്കണ്ട, ആരെ കൂടെ പോയാൽ എന്തേ, ആരെ കൂടെ ജീവിച്ചാൽ എന്തേ എന്ന രൂപത്തിലൊക്കെ പരസ്പരം ഇങ്ങനെ ചോദിച്ചുകൊണ്ട്
ആളുകൾ തൻ്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് തൻ്റെ ജീവിതത്തെ കൊണ്ടു നടക്കുന്ന അവസ്ഥ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ സ്ത്രീ പുരുഷൻ്റെ ശത്രുവല്ല, പുരുഷനോ സ്ത്രീയോ ശത്രുക്കളല്ല, സ്ത്രീ പുരുഷൻ്റെ അടിമയല്ല, മറിച്ച് അനുപൂരകമായിട്ടാണ് യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ ഔ ഉൻസ, ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ഞാനിതാ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചു എന്ന് പറയുമ്പം അനുപൂരകമായിട്ടാണ്, ശത്രുവായിട്ടല്ല, അടിമയായിട്ടല്ല അള്ളാഹു സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചിട്ടുള്ളത്, മറിച്ച് അനുപൂരകമായിട്ടാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ വളർന്നു വരുന്ന നമ്മുടെ മക്കളിലെ ഈ ഫെമിനിസം എന്ന ചിന്താഗതി, അതുപോലെ ലിബറലിസം, ഇത്തരം ചിന്താഗതികൾ എന്താണ് അതിൻ്റെ ദുരന്തം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു സമാധാന ജീവിതം നമുക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, സമാധാന ജീവിതത്തെ നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, അവസാനം പെണ്ണി എന്നത് ആർക്കും വേണ്ടാതെ ചണ്ടിയായി ഒരു വാല്യൂ ഇല്ലാതെ അങ്ങ് ഭൂമിയിൽ നശിച്ചു പോകുന്ന അവസ്ഥയാണ്. അവൾക്കൊരു അഡ്രസ്സില്ല, അവൾക്ക് അർത്ഥമില്ല, അവളിവിടെ ജീവിച്ചിരുന്നിട്ടുണ്ട് എന്നതിനൊരു തെളിവില്ല, അടയാളമില്ല, ഒന്നുമില്ലാതെ ഒരു പെണ്ണ് ഒറ്റയായി ചണ്ടിയായി ആരെ കൂടി ജീവിക്കുക? കല്യാണം വേണ്ട, എന്തിനൊരു കുടുംബം? അതിനൊന്നും, കുടുംബം എന്നത് ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, മക്കള്, ഇതൊക്കെ അടങ്ങുന്നൊരു വൃത്താണ്. ഈ വൃത്തമാകുന്ന ഈ കുടുംബത്തെ ഒരിക്കലും ഒരു നാട്ടാചാരമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും താല്പര്യത്തിനോ ഇഷ്ടത്തിനോ വേണ്ടി ഉണ്ടാക്കിയതല്ല, മറിച്ച് ഇത് പടച്ച റബ്ബ് സംവിധാനിച്ചു വെച്ച വലിയൊരു സംവിധാനമാണ് എന്നത് മനസ്സിലാക്കാതെ, ഇത് ആരുടെയെങ്കിലും ഇഷ്ടത്തിന് വേണ്ടിയാണോ നമ്മളിങ്ങനെ ജീവിക്കുന്നത്? ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ എന്ന് പറയുന്നത്, മക്കൾ എന്ന് പറയുന്നത് ആശിച്ചാൽ കിട്ടുന്നതാണോ പ്രിയമുള്ളവരെ? മക്കളെ ആശിച്ചാൽ കിട്ടുന്നതാണോ പ്രിയമുള്ളവരെ? ഒരു ഇണയെ മാതാക്കളുടെ കാൽപാദത്തിനടിയിലാണ് സ്വർഗം എന്ന് പഠിപ്പിക്കുമ്പോഴും ആശിച്ചാൽ ഒരു മാതാവ് ഉണ്ടാകുമോ പ്രിയമുള്ളവരെ? ആലോചിച്ച് നോക്കൂ. ഇല്ല. ഇത് നമുക്ക് അള്ളാഹു സംവിധാനിച്ചു വെച്ചതാ. ഈ കുടുംബം എന്ന സംവിധാനം, സുബ്ഹാനല്ലാഹ്, ഇത് അള്ളാഹു സംവിധാനിച്ചു വെച്ചതാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഫെമിനിസം പോലുള്ള, ലിബറലിസം പോലുള്ള ചിന്താഗതി പ്രിയമുള്ളവരെ നമ്മുടെ സമാധാന ജീവിതത്തെ പാടെ തകർത്ത് കളയുന്ന, പരിപൂർണമായും ഇസ്ലാമിനെതിരാണ് എന്നത് വളരെ കൃത്യമായ ഒരു ധാരണയും ഒരു മനോഭാവവും ആരിലുണ്ടാക്കണം? നമ്മളിലും നമ്മുടെ വീടകങ്ങളിലും ഉണ്ടാക്കാൻ നമ്മളാണ് ശ്രമിക്കേണ്ടത്. നോക്കൂ പ്രിയമുള്ളവരെ, മാതാവിൻ്റെ കാൽപാദത്തിനടിയിലാണ് സ്വർഗമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പം നമ്മളെ മാതാക്കൾക്കൊരു ധാരണ ഉണ്ട്. ഒരു കണ്ടും കേട്ടും നിന്നോട്ടാ, എന്താണ്, എൻ്റെ കാലിനടിയിലാണ് അല്ലേ? നമുക്കിങ്ങനൊരു ധാരണയുണ്ട്. എന്നാ നോക്കൂ, എന്താണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ വാക്ക് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഇമാം ഗസാലി റഹിമഹുല്ല പറയുകയാണ്. മാതാക്കളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ വാക്ക് കൊണ്ട് ഉദ്ദേശിച്ചത്, മാതാക്കളെ നിങ്ങൾ മക്കളുടെ മീതെ സ്വർഗമായി നിന്നു കൊടുക്കണമേ. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വാക്കാണ് പ്രിയമുള്ളവരത്. മാതാക്കളെ നിങ്ങൾ എന്ത് വേണം? മക്കളുടെ മീതെ സ്വർഗമായി നിന്നുകൊടുക്കാൻ മാതാവെന്ന നിലയിൽ ആർക്ക് സാധിക്കണം? മാതാക്കളെ നിങ്ങൾക്ക് സാധിക്കണമെന്ന്. അതാണ് പ്രവാചകൻ പഠിപ്പിച്ച മാതാക്കളുടെ കാൽപാദത്തിനടിയിലാണ് സ്വർഗമെന്ന വാക്കിൻ്റെ ഉദ്ദേശമെന്ന് ഇമാം ഗസാലി റഹിമഹുല്ല പഠിപ്പിക്കുകയാണ്. നോക്കൂ പ്രിയമുള്ളവരെ, നമ്മൾ നേരത്തെ നമ്മുടെ ഉദ്ഘാടക വളരെ കൃത്യമായി നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും പറയുകയുണ്ടായി. വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കും പ്രശ്നങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും ആശിക്കുകയാണ് സമാധാന ജീവിതം വേണം. ഇത് ആശിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ആശിക്കുകയാണ് എന്ത് വേണം? സമാധാന ജീവിതം വേണം, സമാധാന ജീവിതം വേണം. നോക്കൂ പ്രിയമുള്ളവരെ, എവിടുന്നാണ് നമുക്ക് സമാധാനം കിട്ടുക? എവിടുന്നാണ് നമുക്ക് സമാധാനം കിട്ടുക? ദേഷ്യം പിടിച്ചിരിക്കുന്ന, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണം കേട്ടോ. ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ പറയാണ് എനിക്ക് ഭയങ്കര സമാധാനമാണെന്ന്. ശരിയോ തെറ്റോ? തെറ്റല്ലേ? ദേഷ്യം പിടിച്ച ഒരാൾ സമാധാനം ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാൾ പറയാണ് കേട്ടോ, സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാൾ പറയാണ് എനിക്ക് ഭയങ്കര സമാധാനമാണ്.
ശരിയോ തെറ്റോ? തെറ്റാണല്ലേ? ഓക്കെ. പേടിച്ചിരിക്കുന്ന ഒരാൾ പറയാണ് കേട്ടോ, പേടിച്ചിരിക്കുന്ന ഒരാൾ പറയാണ് എനിക്ക് ഭയങ്കര സമാധാനമാണ് എന്ന്. ശരിയോ തെറ്റോ? തെറ്റാണ്. സന്തോഷത്തോടിരിക്കുന്ന ഒരാൾ പറയുകയാണ് എനിക്ക് ഭയങ്കര സമാധാനമാണെന്ന്. ശരിയോ തെറ്റോ? ശരിയാണല്ലേ? സന്തോഷമാണ് പ്രിയമുള്ളവരെ സമാധാനം. സന്തോഷമാണ് സമാധാനം. ഹാപ്പിനെസ് ഈസ് പീസ് അത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. സന്തോഷമാണ് സമാധാനം. അപ്പോൾ എവിടുന്നാണ് സമാധാനം കിട്ടുക? എവിടുന്നാണ് സമാധാനം കിട്ടുക? സന്തോഷത്തിൽ നിന്നാണ് നമുക്ക് സമാധാനം കിട്ടുക എന്ന നിർവചനം കിട്ടി. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്നും സമാധാനമുള്ള ഒന്നാക്കി മാറ്റാൻ ആരാ വിചാരിക്കേണ്ടത്? നമ്മൾ വിചാരിക്കണം. ഞാൻ ഇന്ന് ഈ ഒരു കുടുംബസംഗമം നേരത്തെ സ്വാഗത ഭാഷണത്തിൽ നമ്മുടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചു, വീണ് കിട്ടിയ അവസരം. അൽഹംദുലില്ലാ നമ്മൾ ഞാൻ വേറെ വഴിയിലൂടെ വന്നതാണ്, സോറത്ത വേറെ വഴിയിലൂടെ വന്നതാണ്. നമ്മൾ എവിടെ എത്തിയാലും ഇങ്ങനെ ആവും, അത് വേറെ വിഷയം കേട്ടോ. നമ്മളെവിടെ ഏത് ഭാഗത്തുണ്ടായാലും നമ്മൾ ഇങ്ങനെ ഉണ്ടാകുക. മാഷാ അല്ലാഹ്, അള്ളാഹു ബന്ധം എന്നും നിലനിർത്തിത്താ തമ്പുരാനെ. അപ്പോൾ നമുക്ക് പല വേറെ പ്രോഗ്രാമുകൾക്ക് വന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും മെയിൻ നമുക്ക് ഏതാണ്? MGM ആണ്. അപ്പോൾ ഈ MGM എല്ലാവരും വെക്കേഷൻ, ഒരുപാട് ആളുകൾ പല ഭാഗത്ത്. അപ്പോൾ ഇവർക്ക് സംഘാടകർക്ക് നമ്മൾ സ്റ്റേറ്റ് ലീഡേഴ്സ് ആയതുകൊണ്ട് ഇവിടെ ഹാളിൽ നിറയുന്നില്ലെങ്കിൽ ടീച്ചർ നമ്മളെന്തെങ്കിലും വിചാരിക്കോ? നമ്മളൊന്നും വിചാരിക്കൂല. കാരണം എന്താണ്? നമ്മളെ സംബന്ധിച്ച് 10, 20, 50 ആളാണെങ്കിലും ആ നിയത്തും എന്താണോ ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം അത് നമ്മൾ ആഗ്രഹിച്ചാൽ അള്ളാഹു അതൊരു 500 ആളെ ഫലം, അതിൻ്റെ പ്രതിഫലം റബ്ബ് നമുക്ക് നൽകും. അള്ളാഹു നൽകട്ടെ. അപ്പോൾ ഒരു പോയിന്റിലേക്ക് ഞാൻ നിങ്ങളെത്തിച്ചു. സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ നമ്മുടെ കുടുംബജീവിതം സമാധാനത്തോടു കൂടി കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റണം. അതിന് 5 ക്വാളിറ്റി, ഈ 5 ക്വാളിറ്റിയും ഇന്നു മുതൽ പുതിയ കൊല്ലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അള്ളാഹു 2025, 26 അങ്ങനെ ഒരുപാട് കാലം വളരെ ആഫിയത്തോടു കൂടി അള്ളാഹുവിൻ്റെ ദിക്റുകൾ ഇരുവിട്ട് അള്ളാഹിനെ സ്മരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിലും മുത്തഖീങ്ങളിലും അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആഫിയത്തുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു സംഗമത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പം ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കരുത്. എന്നെ ഒന്നിങ്ങനെ ശ്രദ്ധിക്കുക. എന്നിട്ട് സ്വയം ഒരു പ്രതിജ്ഞ, ഞാൻ എന്നോടാണ് പറയുന്നത്, നിങ്ങളൊക്കെ നിങ്ങളോട് പറയുന്ന രൂപത്തിൽ 5 ക്വാളിറ്റി ഇന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പ്രതിജ്ഞ ചെയ്യുക. എന്നിട്ട് ആ ക്വാളിറ്റി ഏതാണ് എന്ന് ഒന്നാമത്തെ ക്വാളിറ്റി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാണ് പ്രിയമുള്ളവരെ. എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല, കുറ്റപ്പെടുത്താതിരിക്കുക. എന്താണ് കുറ്റപ്പെടുത്താന്ന് പറഞ്ഞൊരു അതൊരു നല്ല സ്വഭാവമാണോ? അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരെയും ഇന്നു മുതൽ എന്ത് ചെയ്യൂല? കുറ്റപ്പെടുത്താതിരിക്കുകയില്ല. അതായത് കുറ്റപ്പെടുത്താതിരിക്കുക. അതാണ് ഈ ഒരു ക്വാളിറ്റി ഞാൻ ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കും. നോക്കൂ നിങ്ങൾ, നമ്മൾ ആ വിഷയത്തിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പ് ഞാനൊരു ചോദ്യങ്ങളോട് ചോദിക്കാം. നമുക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? വെറുതെ ഒരു ചോദ്യം. ഏറ്റവും ഇഷ്ടം ആരോടാ? KV ശങ്കരപ്പിള്ളയോട്, വലിയ മഹാകവിയാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഏറ്റവും ഇഷ്ടം ആരോടാ? എന്നോട്. എന്താണ് അദ്ദേഹം ഉത്തരം പറഞ്ഞത്? ഏറ്റവും ഇഷ്ടം ആരോടാണ്? ശങ്കരപ്പിള്ള മറുപടി പറയാണ് എന്നോട്. ചോദിച്ചാൽ പിന്നെ അടുത്ത ചോദ്യം, പിന്നെ ആരോടാ? എന്നോടെന്നെ ആ ഇഷ്ടം തീരൂലല്ലോ കടകളെ, എന്നോടെന്നെ ആ ഇഷ്ടം തീരൂല. അതുകൊണ്ട് ഏറ്റവും ഇഷ്ടം ആരോടാ? എന്നോടാണ്. ശരിക്കും പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഏറ്റവും ഇഷ്ടം ആരോടാണ്? നമ്മൾ വെറുതെ പറയാം, ഭർത്താവിനോട് പറയും എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടം കേട്ടോ അതൊക്കെ പറയും. പക്ഷെ ഏറ്റവും ഇഷ്ടം ആരോടാ? മുമ്പൊരു ഭാര്യയും ഭർത്താവ് കേട്ടോ, ഞങ്ങൾ അഫ്ലുലുലമൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടായ മസ്രഹിലുണ്ടായ ഒരു കഥയാണ്. ഒരു ഭാര്യ ഭർത്താവ് രണ്ടാൾ ഒന്നിച്ച് കൂടിയാൽ തിന്ന് ഉറങ്ങുന്നവരെ പറയല്, യാ അല്ലാഹ് എനിക്ക് നിങ്ങളെ മരണം കാണാനേ പറ്റൂല, ഞാൻ മരിച്ചിട്ടേ റബ്ബേ നിങ്ങൾ മരിക്കാവുന്നു. അപ്പോൾ ഭാര്യ പറയും, യാ അല്ലാഹ് നിങ്ങളങ്ങനെ പറയരുത്, ഞാൻ മരിച്ചിട്ടേ നിങ്ങൾ മരിക്കൂല്ലോ. എപ്പോഴും ഇവരിതാ പറയാം, തിന്നാനിരുന്നാലും ഉറങ്ങുമ്പോൾ യാത്ര പോകുമ്പോൾ അപ്പോൾ ഇത് പറയും. ഇത് കേട്ട് 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 അടുത്ത വീട്ടിലൊരു കുരുത്തം കെട്ട ചെക്കൻ ഒരു തോക്കുമായിട്ട് വന്നിട്ടാണ്, നിങ്ങളെ രണ്ടാളിനെ ഏതെങ്കിലും ഒരാൾ ഇപ്പം കൊല്ലുന്നു കേട്ടോ.
രണ്ടാളും നേരം കറിയാൾ ഇപ്പം കൊല്ലുമെന്ന്. ഇതുവരെ പറഞ്ഞ കണക്കിന് ഇവർ രണ്ടാളും എന്താ പറയേണ്ടത്? ഞാൻ പറയും, ഭർത്താവ് പറയണം, പൊന്നു മോനെ നീ എൻ്റെ ഓളെ കൊല്ലല്ലേ, നീ എന്നെ കൊന്നു അല്ലേ. ഭാര്യ പറയണ, ചെക്കാ നീ എന്നെ കൊല്ലടാ, നീ ഓളെ കൊല്ലല്ലേ എന്ന് പറയണം. രണ്ടാളും ബേക്കോട്ട് പോകുക, കൊല്ലല്ല 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 ഉണ്ടോ, രണ്ടാളും ബേക്കോട്ട് പോകുക. അവസാനം ചെക്കൻ കൊല്ലുന്നുള്ള അവസ്ഥ വന്നപ്പോഴല്ലോ ചെക്കൻ ആ ഭാര്യയായ സഹോദരനോട് ഭാര്യനോട് ചോദിക്കട്ടോ, നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് ആയിഷ എന്നാ മോനെ. എൻ്റെ ഉമ്മാൻ്റെ പേരാ, എൻ്റെ ഉമ്മാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് ഞാൻ നിങ്ങളെ കൊല്ലുന്നില്ല. അപ്പോൾ സമാധാനം കേട്ടോ, ഭയങ്കര സമാധാനമായി. അപ്പോൾ ഭർത്താവിന് മനസ്സിലായി ഇപ്പം എന്നെ കൊല്ലുന്നു കേട്ടോ. ആ കൊല്ലാൻ പോകുന്നതിൻ്റെ ഇടയിൽ ഇയാൾ ചോദിച്ചു, നിങ്ങളെ പേരെന്താന്ന്? അപ്പോൾ പറയട്ടോ, മോനെ എൻ്റെ പേര് അഹമ്മദ് എന്നാണ്, പക്ഷെ എന്നെ എല്ലാവരും ആയിഷ എന്നാ വിളിക്കല് എന്ന്. ഞാനെന്താ പറയാ, എങ്ങനെങ്കിലും ഒന്ന് ഇവൻ്റെ നോക്കുന്നേ സലാമത്തായാൽ മതിയേനു വിചാരിച്ചിട്ട്. നമ്മളോടെല്ലാവരും നമ്മളിങ്ങനെ പറയും, മക്കളോട് എല്ലാവരോടൊക്കെ പറയും നമുക്ക് നമ്മളോടാണ് ഇഷ്ടം എന്നുള്ളതിന് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞേട്ടെ. താത്താക്കറിയും ഒരു ചെറിയ ഉദാഹരണം. എന്താ അറിയോ, നമ്മൾ വെറുതെ ഒരു സെൽഫി എടുക്ക്, നമ്മളൊരു 5 ആൾ കൂടിയിട്ട് സെൽഫി എടുക്ക്. അപ്പം നമ്മൾ എന്ത് നോക്കൂ? നമ്മളാരെ നോക്കുക? നമ്മളാരെ നോക്കുക? വേഗം നമ്മൾ ഉപ്പുണ്ടായാലും ഉമ്മുണ്ടായാലും മക്കളുണ്ടായാലും വേഗം നമ്മളെ നോക്കുക. നമ്മൾ നോക്കും. നമ്മളാട്ടതിൽ കണ്ണിമെങ്കിൽ പറയും ഡെലീറ്റാക്ക് ഡെലീറ്റാക്ക്. നമുക്ക് സഹിക്കാൻ കഴിയില്ല. നമ്മളെ ഭർത്താവ് കണ്ണിമേ അമ്മ പറയലുണ്ടോ ഡെലീറ്റാക്കാൻ? നമ്മളെ കരളിൻ്റെ കഷ്ണമായ മക്കൾ കണ്ണി ചിമ്മ നമ്മൾ പറയലുണ്ടോ ഡെലീറ്റാക്കാൻ? ഇതിൽ നിന്ന് പ്രിയമുള്ളവരെ, നമ്മൾ ചെറിയൊരു ഉദാഹരണത്തെ നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? നമ്മളോടാണ്. മഹാകവി ശങ്കരപ്പിള്ള പറഞ്ഞ പോലെയാണ്, നമുക്ക് നമ്മോടുള്ള ഇഷ്ടം ഒരിക്കലും തീരുന്നില്ല. ഇതുപോലെയാണ് എല്ലാവർക്കും എല്ലാവരെയും. അത് സ്വന്തം മക്കളായാലും നമ്മുടെ മക്കളായാലും ശരി, നമ്മുടെ ഭർത്താവായാലും ശരി, എല്ലാവർക്കും എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരാളും ഒരിക്കലും എന്തിഷ്ടപ്പെടൂല? കുറ്റപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടേ ചെയ്യൂല. ആർക്കും ഇഷ്ടമല്ല കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കുക, വളരെ കൃത്യമായി നമ്മൾ തീരുമാനിക്കുക. ഞാൻ എന്താ നോക്കൂ, നിങ്ങളെ ഭാര്യ ഭർത്താവ് എന്നെല്ലാം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ ഇല്ലേ, സ്കൂട്ടറിൽ പോകുന്ന കാണുമ്പോൾ ഇല്ലേ കയറി പിടിച്ച് പറ്റി പിന്നെയും സീറ്റിൽ വേറെ രണ്ടാക്കിയിരിക്കാൻ പറ്റും. അത്രയും പറ്റിയിട്ടല്ലേ ഇരിക്കൂലേ. 6 മാസം കഴിഞ്ഞാൽ നടുക്കൊരു ബാഗ്, ഭർത്താവ് അപ്പുറം ഭാര്യപ്പുറം നടുക്ക് ബാഗ് അല്ലേ. 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കടാ പുതിയാപ്പിള എന്താ, നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല, നമ്മളെ നാട്ടിൽ പുതിയാപ്പിള എന്താ വരാത്ത ചോദിക്കുക. അപ്പോൾ അമ്മ പറയും വരൂ, നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക്. അങ്ങനെയാണ് കാലം കഴിയുന്നതിനനുസരിച്ചിട്ട് അതിങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന. എന്തുകൊണ്ടാണ്? ഇഷ്ടമില്ല. കൂടെ ഇരിക്കാനും കൂടെ ഇരുന്ന് സംസാരിക്കാനും കൂടെ കാണാനും സ്നേഹവും പരസ്പരം ആദരവും പരസ്പര ബഹുമാനം ഇതൊക്കെ ഉണ്ടെങ്കിലേ എന്തു തോന്നും? കൂടെ ഇരിക്കാനും മറ്റും തോന്നും. നമ്മൾ നോക്കൂ, നമ്മളൊരു ഗ്ലാസ് വീണ് പൊട്ടിയില്ലേ, കുട്ടികളെ കൈന്നലെ വീണ് പൊട്ടിയ നോക്കണ്ടേ എന്താണ് ഏതാണ്? അവിടെ ഒച്ചപ്പാടായിരിക്കും, കുട്ടിക്ക് ഭ്രാന്ത് പിടിക്കും. നമ്മളെ കയ്യാ തട്ടിയെങ്കിലോ ഇതാരാ ഈടെ വെച്ച് അല്ലേ? നിങ്ങളെ നോക്കിയ കുട്ടികളെ കയ്യുന്നോ ഭർത്താവിൻ്റെ കയ്യുന്നോ വേറെ കയ്യുന്നാണെങ്കിൽ അവിടെ ഭൂകമ്പം. നമ്മൾ നടക്കുമ്പോണിത് കൈപൊട്ടിയെങ്കിലേ ഇതാരുടെ വെച്ച് ഞാൻ കണ്ടില്ലല്ലോ. കണ്ടെങ്കിലേ നമ്മളെ സ്വഭാവം മാറുന്നുണ്ടെങ്കിലേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ ഓരോ സഹോദരിമാരും നമ്മൾ ഞാനടക്കം ഇന്ന് പ്രതിജ്ഞ ചെയ്യാം, ഇന്ന് മുതൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തൂല. എത്ര കൊല്ലം? 5 കൊല്ലം എന്നൊന്നും പറയണ്ട. ഇന്ന് മഗ്‌രിബ് മുതൽ നാളെ രാവിലെ 10 മണി വരെ ഉണ്ടോ, ഭയങ്കര ഡിസ്റ്റൻസ് ഒന്നും വെക്കണ്ട. 2025 ഡിസംബർ വരെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തൂല. പറയണ്ട, നാളെ 10 മണി വെച്ചോ, എന്നിട്ട് കുറച്ച് ഉച്ച വെക്കുക, എന്നിട്ട് വൈകുന്നേരം വരെ വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? നോക്കി നിങ്ങൾ, ഭയങ്കര സന്തോഷം കിട്ടും, ഭയങ്കര സമാധാനം കിട്ടും. നമ്മളാരെയും കുറ്റപ്പെടുത്താതെ നമ്മളെ മനസ്സ് റിലാക്സാക്കാൻ നമുക്ക് പറ്റും. ഒരു പ്രതിജ്ഞ ചെയ്തൂടെ? റെഡിയല്ലേ? കൈപൊക്കിയേ. ഞാൻ റെഡിയാവുന്നു. വെറുതെ അല്ല, റബ്ബിനെ സാക്ഷി നിർത്തുന്ന റഹ്മത്തിൻ്റെ മലക്കുകൾ വട്ടം കറങ്ങുന്ന സദസ്സാട്ടോ. വെറുതെ ആരും കൈപൊക്കണ്ട. ഓക്കെ, ശരി. സ്വയം ബോധ്യപ്പെടുത്തുക, ഇനി മുതൽ ഞാൻ ആരും എന്ത് ചെയ്യൂല, കുറ്റപ്പെടുത്തൂല എന്ന് പറയുമ്പോൾ തന്നെ പ്രിയമുള്ളവരെ, പകയില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല, അസൂയില്ല, ഒക്കെ പോട്ടോ.
എല്ലാ വേണ്ടാത്ത സ്വഭാവങ്ങളും ഇതോടുകൂടി ആരെ മനസ്സിന്ന് പോവും. അസൂയ ഉണ്ടാകുമ്പോഴല്ലേ ഒരാളോട് അസൂയ ഉണ്ടാകുമ്പോഴല്ലേ കുറ്റപ്പെടുത്തുക, ഒരാളോട് പക ഉണ്ടാകുമ്പോഴല്ലേ കുറ്റപ്പെടുത്തുക, ഒരാളോട് വെറുപ്പുണ്ടാകുമ്പോഴല്ലേ നമ്മൾ കുറ്റപ്പെടുത്തുക. അതെ, അപ്പം ഇതൊക്കെ എല്ലാം, അതായത് ഈ ഒരു ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാക്കണമെന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് വേണ്ടാത്ത, നോക്കൂ നിങ്ങൾ, അസൂയ എന്നൊക്കെ പറഞ്ഞാൽ തീ വിറകിനെ തിന്നുന്നത് പോലെയാ. അള്ളാഹ് നീ കാക്ക് തമ്പുരാനെ. ഇന്നലെ അബുദാബി പള്ളിയിലെ ജുമാ ഖുത്തുബ അസൂയാണ്, ഹസദിനെ കുറിച്ച് മാത്രമാണ് ഖുത്തുബയിൽ പ്രസംഗിച്ചിട്ടുള്ളത് എന്നാ പറഞ്ഞേ. അപ്പോൾ എന്താ ഗൗരവപ്പെട്ട, അതായത് അത്രയും നമ്മുടെ ജീവിതത്തിൽ പാടില്ലാത്ത ദുഷ്ടതകൾ നമ്മെ തന്നെ അത് നശിപ്പിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, ഒരു പ്രതിജ്ഞ നമ്പർ 2, ഞാൻ ഇന്നു മുതൽ ആരെയും പരിഗണിക്കാതിരിക്കുകയില്ല. അതിൻ്റെ നേരെ വിപരീതം പറയും, എല്ലാവരെയും പരിഗണിക്കും, എല്ലാവരെയും അംഗീകരിക്കുമെന്ന. അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ വേർഡ്സിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നേരത്തെ ആരാണ് ഇഷ്ടമെന്ന് പറഞ്ഞ മാതിരി സോപ്പിട്ട മക്കളെ COVID-19 വരെ പോവും. എന്താണ് സോപ്പിട്ട ഇത്ര എന്തില്ലേ വെന്റിലേഷനിൽ പോകുന്ന കൊറോണയാണ് ഏതിട്ടാ പോക്ക്. അപ്പം എന്ത് ചെയ്താൽ മതി, സോപ്പിട്ട് കെയർ ചെയ്ത് പിടിച്ചോളുക, എല്ലാവരെയും പരിഗണിക്കുക, കെയർ ചെയ്യുക. എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ എല്ലാവർക്കും കൊടുക്കുക, എനിക്ക് എല്ലാവരുടെ അടുത്തൊന്നും കിട്ടണം എന്നല്ല കേട്ടോ. നമ്മളങ്ങനെ ചിന്തിക്കുക, കൊടുത്താൽ മാത്രമേ എല്ലാം തിരിച്ചു കിട്ടൂ. എനിക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചാൽ ആരും എന്ത് ചെയ്യൂല, നമുക്കൊന്നും തരൂല. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഇന്നു മുതൽ പരിഗണിക്കും, കെയർ ചെയ്യും, എല്ലാവരെയും അംഗീകരിക്കും. അവർ പറയുന്നതൊക്കെ ഞാൻ എന്ത് ചെയ്യും, ആ അംഗീകരിക്കാന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, നോക്കൂ നിങ്ങൾ, നമ്മളെ കൂടെ ആയിരിക്കും. നമ്മളിപ്പം ഞാനാണ് എൻ്റെ ഉമ്മാൻ്റെ ഇളയ മോളെന്ന് വിചാരിക്കുക. അപ്പോൾ അല്ലേ, അങ്ങനെയാണ് ഉമ്മ പ്രായമുള്ള ഉമ്മ നമ്മളെ കൂടെ ആയിരിക്കും. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലായിരിക്കും ഏട്ടൻ്റെ ഭാര്യ താമസിക്കുന്നത്, അല്ലെങ്കിൽ മുത്തച്ഛി താമസിക്കുന്ന അപ്പുറത്തായിരിക്കും. അവരേതെങ്കിലും സമയത്ത് ഒന്ന് വരൂലേ, വന്നിട്ട് ഉമ്മ സുഖ എന്നൊക്കെ പറഞ്ഞ് ഒന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് മുത്തി ഒന്നിങ്ങനെ തൊട്ടിട്ടല്ലോ, തിന്നിട്ടില്ലേ ഉമ്മ, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഇവരിങ്ങനെ പോകുമ്പോൾ ഈ ഉമ്മ ഇങ്ങനെ പറയും, എന്തെന്നറിയോ, ഓക്ക് പണ്ടുള്ള പൊലന്ന സ്നേഹ ഇവക്കിപ്പം എന്നോട്. കാരണം എന്താ, ഓളായിരിക്കും ചോറ് വെച്ച് കൊടുക്കുന്നത്, ഓളായിരിക്കും അലക്കി കൊടുക്കുന്നത്, ഓളായിരിക്കും എല്ലാം ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ ഒരു മിനിറ്റൊന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ചേർത്ത് പിടിച്ചപ്പോൾ ആ ചേർത്ത് പിടിക്കലിൽ പ്രിയമുള്ളവരെ സ്പർശനത്തിൽ വല്ലാത്തൊരു ബന്ധുണ്ട് എന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഹഗ് ചെയ്യുന്നതിനൊക്കെ വല്ലാത്തൊരു പ്രതിഫലമല്ലേ. പരസ്പരം കാണുമ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ, അതും ഉള്ളിൽ മനസ്സിൽ സന്തോഷത്തോട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഏതാ സാധനം എന്നറിയാം, ബരാങ്കളല്ലേ, വീട്ടിലല്ലേ ഒരാളിങ്ങനെ കയറി വന്ന അസ്ലാം വലൈക്കും കണ്ടിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ മനസ്സിലുള്ള ചിന്ത, യാ അല്ലാ വരാൻ കണ്ട നേരം പടച്ചോനെ, മനസ്സിൽ ഇതിനിപ്പാറ്റം പോവോ റബ്ബേ യാ അല്ലാ അല്ലായ. ഇതിലെല്ലാം എന്തെങ്കിലും കൂലിട്ടോ, ഇതിനെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായോ? ഒന്നുണ്ടല്ലോ, നേരെ വിപരീത ഫലം ഉണ്ടാവും. അതിന് പകരം മനസ്സറിഞ്ഞ് സ്പർശനത്തിലൂടെ ഒരു ബന്ധത്തെ അംഗീകരിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവരെ, ആ കുടുംബത്തിൽ എന്തു നൽകും? ഹാപ്പിനെസ് ഈസ് പീസ്. ആ സന്തോഷത്തിലൂടെ ഉറപ്പായും പ്രിയമുള്ളവരെ നമുക്കെന്ത് കിട്ടും? സമാധാനം കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ക്വാളിറ്റി പറഞ്ഞോളൂ, എന്താണ്? കുറ്റപ്പെടുത്താതിരിക്കുക, തീരുമാനിക്കണം കേട്ടോ. ആ രണ്ടാമത്തെ ക്വാളിറ്റി, എല്ലാവരും നമ്മൾ എന്ത് ചെയ്യും നോക്കി, നമ്മൾ 2 വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. 2 വയസ്സ് വരെയുള്ള കുട്ടിനാ നമ്മൾ മുത്തിയാൽ ആ കുട്ടികൾ എന്താ ചെയ്യൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2 വയസ്സ് വരെയുള്ള കുട്ടിനെ നിങ്ങൾ പോയിട്ട് ഉമ്മ വാപ്പല്ലോട്ടെ, നമ്മളിൽ ഇങ്ങനെ ആൻറ്റി മൂത്തമ്മ ഇങ്ങനെയെല്ലാം ഉണ്ടാവുമല്ലോ, ആങ്ങളുടെ കുട്ടിനെ എടുത്തൊന്ന് മുത്തിയാൽ നമ്മൾ മുത്തി ഇറക്കുമ്പോഴൊക്കെ അവരെന്ത് ചെയ്യും? നോക്കൂ, 2 വയസ്സ് വരെ അങ്ങനെയാണ് കുട്ടികളെ. അവർക്കത് ഇഷ്ടമല്ല മുത്തുന്നിയൊന്നും. അവർക്ക് ഇഷ്ടം എന്ത് മാത്രമാണ്? ഉമ്മാൻ്റെ മാറിടത്തിൽ കിടക്കൽ മാത്രമാണ് അവർക്ക് ഇഷ്ടം. അതവരാശിക്കാണ്. അത് നിർത്തലോടുകൂടി പിന്നെ 2 വയസ്സ് കഴിഞ്ഞ് 3 വയസ്സ് മുതൽ കുട്ടികൾ പിന്നെ എന്ത് ഇഷ്ടപ്പെടുന്നറിയോ? ചേർത്ത് പിടിക്കൽ വല്ലാതെ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയിട്ട് പീന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാ? അതിനിങ്ങനെ എടുത്തിട്ടൊന്ന് ഉമ്മ വെക്കാനും ഒന്നിങ്ങനെ നെഞ്ചത്തിട്ടിട്ട് എന്താണ് കരളേന്നെല്ലാം ചോദിക്കാൻ. അപ്പം നമ്മൾ ടപ്പേന്നിട്ട് 2 കൊടുത്തിട്ട് കേട്ടോ. ഇതോടുകൂടി എന്ത് സംഭവിക്കും? വിപരീത ഫലം ഉണ്ടാവും.
അപ്പോൾ കുഞ്ഞും മക്കൾ മുതൽ അങ്ങോട്ട് എല്ലാം നമ്മൾ ചേർത്ത് പിടിക്കുമ്പം ആ ചേർത്ത് പിടിക്കലിലൂടെ വല്ലാതെ ബന്ധം, ആ ബന്ധം അത് തിരിച്ചൊരു നന്ദി, അത് തിരിച്ച് നമുക്ക് കിട്ടാന്ന് പറഞ്ഞാലുണ്ടല്ലോ വല്ലാത്തൊരു, നമുക്ക് പറയാൻ പറ്റൂല. അവിടെയാണ് മാതാക്കൾ, നിങ്ങൾ ആരാവ്, മക്കളുടെ മീതെ സ്വർഗമായി നിന്ന് കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ പൊരുളാണത്. ഈ രൂപത്തിലെ ചെയ്യാം. നോക്കൂ, നിങ്ങൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു അച്കോ നായനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു അച്കോ എന്ന് പേരുള്ള നായൻ്റെ പ്രതിമ റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനെന്താ കാരണം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ആ അച്കോ നായി വലിയൊരു പ്രൊഫസറെ വളർത്തു നായായിരുന്നു. ആ പ്രൊഫസറെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ് നടന്നാൽ റെയിൽവേ സ്റ്റേഷനാണ്. ആ പ്രൊഫസർ വീട്ടിൽ നിന്ന് 15 മിനിറ്റ് നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അദ്ദേഹത്തിൻ്റെ കോളേജിലേക്ക് പോകും. വൈകുന്നേരം 5 മണിക്ക് പ്രൊഫസർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴേക്കും അച്കോ നായി വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കും. എന്നിട്ട് ഈ യജമാനൻ്റെ രാവിലെയും വരും, വൈകുന്നേരം കൂട്ടാനും വരും. കാലങ്ങളോളം അങ്ങനായി. ഒരു ദിവസം പ്രൊഫസർ രാവിലെ ട്രെയിൻ കയറി കോളേജിലേക്ക് പോയി. കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുഴഞ്ഞു വീണ് പ്രൊഫസർ മരണപ്പെട്ടു. എന്നാൽ 10-12 വർഷത്തോളം ഈ അച്കോ നായ വൈകുന്നേരം 5 മണിക്ക് ആ റെയിൽവേ സ്റ്റേഷനിൽ ഈ പ്രൊഫസറെ കാത്തിരിക്കാറുണ്ടായിരുന്നു. ആ നായ മരിക്കുന്നത് വരെ. കണ്ടങ്ങള്, ആ നായ്ക്കുട്ടി മരിക്കുന്നത് വരെ വൈകുന്നേരം 5 മണിക്ക് തൻ്റെ മരണപ്പെട്ടു പോയ പ്രൊഫസർ വരും എന്ന പ്രതീക്ഷയിൽ. ഇതാണ് ചേർത്ത് പിടിച്ചാൽ തിരിച്ചു കിട്ടുന്ന നന്ദി. ഈ ചേർത്ത് പിടിക്കുക എന്നുള്ളത് കെയർ ചെയ്യുക, അംഗീകരിക്കുക, പരിഗണിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് പ്രിയമുള്ളവരെ ഞാൻ ഉണ്ടാക്കുമെന്ന് ആര് തീരുമാനിക്കണം? നമ്മൾ തീരുമാനിക്കണം. നമ്മൾ തീരുമാനിക്കുമ്പോണ്ടല്ലോ അസ്മാ റളിയല്ലാഹു അൻഹ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആയ തൻ്റെ മകൻ്റെ ക്വാളിറ്റി പ്രാർത്ഥിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ പ്രാർത്ഥിച്ചത് പടച്ചറബിനോട്? യാ അല്ലാഹ്, തൻ്റെ മകൻ പകൽ മുഴുവനും ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ പണിയെടുത്ത തൻ്റെ മകൻ പാതിരാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന മകനാണ് റബ്ബേ തൻ്റെ മോനോട് നീ കരുണ കാണിക്ക റബ്ബേ. അസ്മാ റളിയല്ലാഹു അൻഹ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പടച്ച റബ്ബേ, തൻ്റെ മകൻ മാതാപിതാക്കളോട് കാണിക്കേണ്ട കടമകൾ മുഴുവനും വളരെ കൃത്യമായി നിർവഹിക്കുന്ന മോനാണ് റബ്ബേ തൻ്റെ മകൻ അബ്ദുള്ളയോട് നാഥ, അബ്ദുള്ളയുടെ മേൽ നിൻ്റെ സമാധാനം വർഷിപ്പിക്കണമേ തമ്പുരാനെ. പടച്ച റബ്ബേ, ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്തും തൻ്റെ മകൻ പകൽ നോമ്പനുഷ്ഠിക്കുന്ന, സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്ന മോനാണ് റബ്ബേ തൻ്റെ മകനെ നീ കാത്തുകൊള്ളണമേ റബ്ബേ. നോക്കൂ പ്രിയമുള്ളവരെ, മക്കളുടെ ഗുണം പറയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇമാം റാസി റഹിമഹുല്ലയുടെ പിതാവ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ അവരുടെ പിതാവിൻ്റെ സ്വത്തോഹരി വെക്കുകയാണ്. ഓരോരുത്തർ പറയാം, എനിക്ക് അവിടെ വീടെടുക്കണം, എനിക്കത് വേണം, എനിക്കിവിടെ വേണം, ഇത് കട തുടങ്ങണം. ഇങ്ങനെ ഓരോരാളും ഓരോ സ്ഥലവും സ്വത്തും ഓഹരി വെച്ചെടുക്കുന്ന സമയത്ത് ഇമാം റാസി റഹിമഹുല്ല പറയാണ്, നോക്കൂ, ഇതാ എനിക്ക് എൻ്റെ പിതാവിൻ്റെ ഈ ഉമ്മയാകുന്ന, ഈ മാതാവാകുന്ന ഈ സ്വത്ത് മതി എനിക്ക്. നോക്കൂ പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മുടെ മക്കളെ ആ രൂപത്തിൽ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന മക്കളാക്കി അള്ളാഹു നമുക്ക് നൽകട്ടെ. അതിന് നമുക്ക്, എനിക്കും നിങ്ങൾക്കും നമ്മുടെ മക്കളുടെ മീതെ സ്വർഗമായി നിന്ന് കൊടുക്കാൻ അള്ളാഹുവേ നീ നമ്മെ സഹായിക്കണമേ തമ്പുരാനെ. ഇതിനാണ് ഈ ക്വാളിറ്റി എവിടെ ഉണ്ടാവണം? എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. മൂന്നാമത് നിർബന്ധമായും നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് പ്രിയമുള്ളവരെ കൂട്ടായ്മ ഉണ്ടാക്കണം. കുടുംബം എന്ന് പറയുമ്പം തന്നെ നമുക്കറിയാം, കൂടുമ്പോൾ ഇമ്പമുള്ളതിനാണ് കുടുംബം എന്ന നിർവചനം വന്നത്. കുടുംബം ഇമ്പാണ്. ഇന്ന് നമുക്ക് തോന്നാറുണ്ട് കുടുംബം ഭൂകമ്പാണോ റബ്ബേ ഉണ്ടാവുന്നതെന്ന്. അത് വേറെ, നമ്മൾ ആ വിഷയം പഠിക്കണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ കൂടുമ്പോൾ ഇന്നിപ്പം ഈ വാട്സപ്പ്, നമ്മളെ ഫേസ്ബുക്ക്, ഇത്തരം വാട്സപ്പ് തന്നെ എല്ലാവർക്കും ഗ്രൂപ്പാണല്ലേ. ഇനി എനിക്ക് തോന്നുന്നു ഒരു ഗ്രൂപ്പും കൂടി അത് വന്നോന്ന് എനിക്കറിയില്ല, എൻ്റെ പരിസരത്ത് എത്തിയിട്ടില്ല. എന്ത്, ഉമ്മ അഡ്മിൻ, ഉപ്പ സെക്കൻഡ് അഡ്മിൻ, എൻ്റെ മക്കളെല്ലാവരും കൂടി. എന്നിട്ട് ഉമ്മ അടുക്കളയിൽ നിന്ന് ഫുഡെല്ലാം ആയാൽ വാട്സപ്പിൽ, മക്കളെ ഇതാ ചോറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ അടുക്കളയിൽ ഉപ്പ മറ്റേ റൂമിൽ നിന്ന് ചോദിക്കുക, എന്താ കറി?
കേട്ടോ. അന്നേരം ഉമ്മ പറയും മത്തിമുളകിട്ട്. അപ്പം മറ്റേ ചെക്കൻ പറയും എനിക്ക് വേണ്ട മത്തിമുളകിട്ടത്. ഇതും കൂടി തുടങ്ങിയാൽ കഥ പൂർത്തിയായി. പിന്നെ അതേ തുടങ്ങാനുള്ളൂ. ബാക്കി ഏകദേശം എല്ലാം എന്തായി, നമ്മൾ സ്പ്ലിറ്റായി കൂടുമ്പം മുഖം നോക്കാനോ കൂടിയിരിക്കാനോ പ്രിയമുള്ളവരെ സ്നേഹവും പിരിശലുണ്ടെങ്കിൽ കണ്ണും മക്കളും ഉമ്മയും മക്കളിൽ കണ്ണും ഇങ്ങനെ നോക്കിയിരിക്കണം. മക്കളെ മുഖം ഇങ്ങനെ ഉമ്മമാരിങ്ങനെ നോക്കിയിരിക്കണം. ആ കൂടുക എന്നുള്ളതുണ്ടല്ലോ, അത് വല്ലാതൊരു ബന്ധത്തിലേക്ക് നമ്മെ എത്തിക്കുമെന്നതാണ്. വെറുതെ ഒന്നല്ല. നിസ്കാരമൊക്കെ നിങ്ങൾ ഒറ്റക്ക് നിസ്കരിക്ക്, ഒരു കൂലി, ജമാഅത്തായിട്ട് നിസ്കരിക്ക്, 27 കൂലി എന്ന് പറയുന്നത് ആ ബന്ധം നമ്മളിൽ ഉണ്ടാക്കാനാ. ഈ കൂടിയിരുന്നിട്ടുള്ള ബന്ധമുണ്ടല്ലോ പ്രിയമുള്ളവരെ, നമ്മെ വൃത്തികേടുകളില്ലാതാക്കും. എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ മലം മലമായി നാറൂല, മാതാവിൻ്റെ മൂത്രം മൂത്രമായി നാറൂല, ഭർത്താവിൻ്റെ കഫം കഫമായി തോന്നൂല. അത് കേവലം ഒരു ഉമിനീരായി കയ്യോട് തുടക്കാൻ ഭാര്യയ്ക്ക് തോന്നണമെങ്കിൽ ആ കുട്ടുകുടുംബം, ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, മക്കൾ എന്ന ബന്ധം അത് വല്ലാത്തൊരു ബന്ധമായി മാറണം. ആ കൂട്ടത്തോടു കൂടി ഇരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഇടയിൽ പ്രിയമുള്ളവരെ വല്ലാത്തൊരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ്, സ്നേഹം എത്ര ഗ്യാപ്പ് വരുന്നു അതിനനുസരിച്ച് നമ്മളിൽ പരസ്പരം ഉണ്ടാകുന്ന സ്നേഹം, പിരിശം പോലുള്ള എല്ലാം പ്രിയമുള്ളവരെ നമ്മളിൽ നിന്ന് ഇല്ലാതായി പോകുമെന്നതാ. അതുകൊണ്ട് ഇന്നു മുതൽ തീരുമാനിക്കണം, ഏതെങ്കിലും ഒരു സമയം ഒന്നിച്ചിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കും. ഒരു നേരത്ത് ഉമ്മയും പെൺമക്കളും ആണെങ്കിൽ ഒന്നിച്ചിരുന്ന്, വെറുതെ അല്ലല്ലോ അള്ളാൻ്റെ റസൂൽ സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിന്ന് നിർവഹിക്കാറുണ്ടായിരുന്നു. എന്തിനാ? തൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഓടിയെത്താനാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പള്ളിയിൽ പോയ ഭർത്താവിനോട് പറയണം സുന്നത്ത് നിസ്കരിക്കാൻ, നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് ഓടിയെത്തണമെന്ന് ഭർത്താവിനോട് പറയണം. എന്നിട്ട് എല്ലാവരും അവിടെ ഇരുന്നിട്ട് ഖുർആൻ ഓതണം. ഏതെങ്കിലും ഒരു സൂറത്ത് ഒരാൾ വായിക്കുകയും മറ്റുള്ളവർ ഇരുന്ന് കേൾക്കുകയും വേണം. ഇത് നമ്മെ വല്ലാതെ ഹൃദയം, ഹാർട്ട് ടച്ച് ഒരു ബന്ധത്തിലേക്ക് ഈ ഒന്നിച്ചിരുത്തം, ഈ കൂട്ടായ്മ ഉറപ്പായും പ്രിയമുള്ളവരെ അത് എത്തിക്കുമെന്നതിൽ ഒരു സംശയമില്ല. ഇത് എൻ്റെ ജീവിതത്തിൽ നാലാമത്തെ ക്വാളിറ്റിയായിട്ട്, നാലാമത്തെ ക്വാളിറ്റിയാ. പിന്നെ നിങ്ങൾ മിണ്ടാത്തെ? അപ്പം എത്ര ക്വാളിറ്റി പഠിപ്പിച്ചു? ഒന്നെന്താ? തീരുമാനിക്കണം കേട്ടോ. ഇത് ആരോടാ പറയുന്നേ? എന്നോടാ? സ്വന്തത്തോട്. ഞാൻ ഇന്നു മുതൽ ആരെയും കുറ്റപ്പെടുത്തൂല. 2, ഞാൻ എല്ലാവരും എന്ത് ചെയ്യും? കെയർ ചെയ്യും, പരിഗണിക്കും. കെയർ ചെയ്യുക, പരിഗണിക്കുക, ചേർത്ത് പിടിക്കാന്ന് പറഞ്ഞാൽ സോപ്പിട്ടാ കൊറോണ വന്നത് മറക്കണം എന്നാ ഓർക്ക്. നിങ്ങളെന്താ മിണ്ടാത്തേ? നിങ്ങൾക്ക് ഇത്രയുള്ള പപ്സല്ലേ തന്നെ? ഞാൻ ശബ്ദാട് ചോദിച്ചു ഇത് എന്താ കൊടുക്കുന്ന ഈ വലിയ ബോക്സിൽ. അപ്പോൾ പറഞ്ഞു പപ്സ്. ഇതെല്ലാം നിങ്ങൾ തിന്നിട്ട് നിങ്ങളെന്തിങ്ങനെ നിൽക്കുന്നത്? ഞാൻ പറയും പപ്പ തന്നെ എന്നോട് പ്രതികരിക്കേ. ശരി, 3ാമത്തെ ക്വാളിറ്റി കൂട്ടായ്മ ഉണ്ടാക്കും. കൂട്ടായ്മ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു നേരത്ത് ഒന്നിച്ചിരിക്കും, കൂടും എന്ന രൂപത്തിൽ. 4ാമത്തത് പരസ്പരം തമാശ പറയണം, എന്തെങ്കിലും പറയണം. മസിലടിച്ചിരിക്കരുത് കേട്ടോ. ഈ മസിൽ പിടിക്കുക, ബന്ധമില്ലാതിരിക്കുക. മുമ്പുണ്ടല്ലോ കുട്ടികളിങ്ങനെ നമ്മൾ സൂലിങ്ങനൊക്കെ പോകുമല്ലോ. അപ്പോൾ ഒരു സൂല് പോയി ഉമ്മ വാപ്പ മക്കളിലും കൂടിയായി ഓരോ കുരങ്ങിനെ കണ്ട് അത് കണ്ട് ഇത് കണ്ട് ഇങ്ങനായി. സിംഹക്കുട്ടിനെ മുന്നിലെത്തുമ്പോൾ കുട്ടി പറയട്ടോ ഉമ്മ അപ്പ നോക്കട്ടെ 10 നമ്മളെ നാടാട്ടോ, നിങ്ങളെ നാടല്ല, ഈടെ നമ്മളെ പങ്ക് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ കുട്ടി ഉമ്മ 10 റുപ്യ ഒക്കട്ടെ 10 റുപ്യ ഒക്കട്ടെ. അപ്പോൾ ഉപ്പ വിചാരിക്കട്ടോ 10 റുപ്യ കുരങ്ങാണെങ്കിൽ ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കാനായിരിക്കും. ഇതെന്തിനാ റബ്ബി എനിക്ക് ഇപ്പം 10 റുപ്യ? അപ്പോൾ പറയട്ടോ ഉമ്മാനിയും വാപ്പാനിയും സിംഹം പിടിച്ച എനിക്ക് വീട്ടിൽ പോണ്ടേ. എന്താണ് ഉമ്മാനി വാപ്പാനി സിംഹം ആക്രോശിച്ച് വായലും പള്ളി വരുമ്പോ ഇവനിക്ക് തോന്നി ഇപ്പൊ തിന്നു ആരാ? ഉമ്മാനാ. ഇപ്പൊ തിന്നു ആരാ? വാപ്പാനാ. അപ്പൊ ഇവനെവിടെ കുടുങ്ങിപ്പോവും? സൂല് കുടുങ്ങി പോണ്ട് പൈസ വാങ്ങി കൈമ പിടിക്കാ കേട്ടോ. ഇതാണ് ആരാ കഥ? അള്ളാഹു കാക്കട്ടെ പ്രിയമുള്ളവരെ നമ്മളെ കഥ. നമ്മളിന്ന് പഫ്സല തന്നെ വീട്ടിൽ പോയിട്ട് ഭർത്താവിനോട് എന്താണെന്നറിയില്ല, ഈ അടുത്ത ഭാഗത്ത് നിന്ന് എന്തോ ഒരു കേട്ടോ. അപ്പോൾ ഭർത്താവ് ഒന്നും കൂടി ചോദിക്കോ അടുത്ത ഭാഗത്താ? നമ്മൾ പറയാം സൂചിക്കുത്തുന്ന പോലെ ഉണ്ടോ ചോദിക്കോ. അടുത്തത് കേട്ടോ സൂചിക്കുത്തുന്ന പോലെ ഉണ്ടാ. പിന്നെ മൂപ്പര് ചോദിക്കും എനിക്ക് നല്ലോണം വിയർക്കുന്നുണ്ടോ? അപ്പം അമ്മ വിചാരിക്കും എന്തൊരു പിരിശറബേ അല്ലേ, ആ സൂചി കുത്തുന്ന പോലെ ഉണ്ട്, വിയർക്കുന്ന പോലെ ഉണ്ട്. അപ്പം മൂപ്പരുള്ളില് അൽഹംദുലില്ലാ ഇത് അറ്റാക്കും കേട്ടോ, ഇത് ഇപ്പം അറ്റാക്കാവും, ഞാൻ രക്ഷപ്പെട്ടു. അള്ളാഹു കാക്കട്ടെ മക്കളെ.
കേട്ടോ. ഇതൊന്നും തമാശ അല്ല കേട്ടോ, കാര്യമാണ്. അത് നമ്മൾ എന്ത് വേണം, നല്ല ബന്ധം ഉണ്ടാവാൻ തമാശ ഒക്കെ പറയണം മക്കളെ ഇരുത്തിയിട്ട്. അപ്പോൾ നല്ലോണം അടുക്കും. മസിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഉമ്മയാണ്, ഞാൻ ഉപ്പയാണ്, ഉപ്പ ഇടിയിരിക്കുമ്പോൾ മക്കൾ അതിലേ പോവുക. മക്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മക്ക ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഉമ്മ പറയണം. പറഞ്ഞു വാപ്പാൻ്റെ അടുത്ത് ഉമ്മ കൂട്ടി പോണം, ഒന്നിച്ചിരിക്കണം. കണ്ട ഈ രൂപത്തിൽ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി എല്ലാത്തിനും നമുക്ക് മാതൃകയുണ്ട്. അള്ളാഹിൻ്റെ റസൂലും ആയിഷ റളിയല്ലാഹു അൻഹ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് റസൂല് തിന്ന കൊട്ടും മുള്ളെല്ലാം റസൂല് തിന്നതെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹ മുന്നിലേക്ക് നീക്കി. നമ്മളാണെങ്കിൽ എന്താ ാക്കൂല്ലേ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നമ്മളെ വാപ്പുണ്ടല്ലോ, നമ്മളുപ്പ കൊട്ടും മുള്ളൊക്കെ തിന്നു. ഉപ്പര് തിന്നതൊക്കെ ഇങ്ങോട്ടേക്ക് നീക്കിയപ്പോൾ പ്രവാചകന്റെ മുന്നിൽ ഒരു കൊട്ടും മുള്ളൊന്നുമില്ലല്ലോ. അപ്പം എന്താ വേഗം പറഞ്ഞത്, ഉപ്പെല്ലാം തിന്നു. എന്തിന്ന്? ഇറച്ചിൻ്റെ കൂടെ കൊട്ടും തിന്നു, മുള്ളും തിന്നു, ഒക്കെ തിന്നു. നിങ്ങൾക്ക് തമാശയും തിരിയുന്നില്ലേ? മനസ്സിലായല്ലോ. അപ്പൊ ഈ രൂപത്തിൽ നിമിഷ നേരം തമാശ പറയാൻ, ചിരിക്കാൻ ഭാര്യ, ഭർത്താവ്, മക്കള് ഇതെല്ലാം ഇങ്ങനെ ചിരിച്ചും കളിച്ചും ഈ രൂപത്തിൽ പോകുമ്പം അതിലൊരു ബന്ധമുണ്ട്. വെറുതെ എന്ത് ചെയ്താൽ മതി, വെറുതെ ഒരു വീഡിയോ ഇപ്പം നമുക്ക് തമാശ ഒന്നും ഉണ്ടാക്കി കണ്ടെത്തൊന്നും വേണ്ടല്ലോ. എല്ലാം ഗൂഗിൾ മാമനോട് ചോദിച്ചാൽ പോരെ അല്ലേ? ഒരു തമാശ മാത്രം അപ്പം വരും. ഇതെല്ലാം കൂടി ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പം 2 ദിവസം മുമ്പ് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരെ രസകരമായി ഒരു മനുഷ്യനെ ചോദിച്ചു പോയ കഥ. എന്തറിയോ, ഒരു നാട്ടിലൊരാൾ ഇങ്ങനെ ഒരു മോന് പെണ്ണ് കെട്ടാനുണ്ട്. അപ്പോൾ ആ ചെക്കനെ കാണാൻ വേണ്ടി പോവുകയാണ്. പോകുമ്പം ഒരു സ്ഥലത്ത് ഇറങ്ങി, ഇവർക്ക് വഴി അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിർത്തിക്കൊണ്ട് ചോദിക്കുക, കർപ്പൻ ഉസ്മാൻ്റെ മോനെ കാണാൻ ഇവർ പോന്നേ. അപ്പോൾ കർപ്പൻ ഉസ്മാൻ്റെ വീട് എവിടെ ചോദിച്ച് അവസാനം ഒരറ്റത്തെത്തി. അപ്പോൾ അവിടുന്ന് ചോദിച്ച് ഒരാളെ കണ്ടപ്പോൾ കർപ്പൻ ഉസ്മാൻ്റെ വീട് എവിടെ? അപ്പോൾ അയാൾ, ഞാനാ കർപ്പൻ ഉസ്മാൻ. അയാളല്ല വെളുത്ത മനുഷ്യനാ. അപ്പോൾ ഈ വന്നാളറിയാം, നമ്മൾ കർപ്പൻ ഉസ്മാൻ എന്ന് കേട്ടിട്ട് നമ്മൾ വിചാരിച്ച് കറുത്തിട്ടാണ് വിളിക്കുന്നത്, നിങ്ങൾ വെളുത്തതാണല്ലോ റബ്ബേ, അതുകൊണ്ട് നിങ്ങളോട് ചോദിച്ചേ. അവസാനം അയാളെ മോനെ കാണാനാ വന്നായാലും കണ്ട അവർ പോയതിന് ശേഷം ഇയാൾ പള്ളിയിൽ യേശുസ്കരിക്കാൻ വേണ്ടി വന്നപ്പോൾ ആളിങ്ങനെ ചോദിക്കുക, എടാ കറുപ്പൻ ഉസ്മാനെ ചോദിച്ച ഒരാൾ വന്നേനല്ല, അതാരാ പരിചയമില്ലാത്ത ഒരാൾ വന്നാൽ. അങ്ങനെ ഇയാൾ പറയൂ, കറുപ്പൻ ഉസ്മാനെ കൊണ്ട് വല്ലാത്തൊരു, കാരണം അയാൾക്കത് ഇഷ്ടമാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് മനസ്സിലായി എനിക്ക് വിഷമമുണ്ട്. അപ്പോൾ സുഹൃത്ത് പറഞ്ഞെടുക്കുക, നീ ഉണ്ടല്ലോ ഹജ്ജിന് പോയിക്കോ. അപ്പം ഈ കറുപ്പ് പോയിക്കോട്ടു, ഉസ്മാൻ ഹാജി ആവുമല്ലോ, ഹാജിന്ന് വിളിക്കുന്നു. അപ്പം ഇയാൾ രാത്രി ഉറക്കിൽ ഫുള്ള് ചിന്തിക്കട്ടോ, കറുപ്പ് പോയി കിട്ടാൻ വേണ്ടിയിട്ട് 8-9 ലക്ഷം ചിലവാക്കാനാ. പിന്നെ ചിന്തിച്ച് ഇയാൾക്ക് തോന്നി എന്നാൽ പിന്നെ പോയേക്കാം. അതിൻ്റെ ഇടയിൽ ഇപ്പം പോകാൻ തീരുമാനിച്ച പോലെ നോമ്പ് കഴിഞ്ഞ് ഹജ്ജായി പോയി. ഹജ്ജെല്ലാം കഴിഞ്ഞ് വന്ന് വൈകുന്നേരം വീട്ടിലെത്തി നല്ല അറബിക്കുപ്പായിലിട്ട് പള്ളിയിലേക്ക് പോകും കേട്ടോ. ഹജ്ജിന് പോയിക്കോന്ന് പറഞ്ഞാൽ ചങ്ങായിയ ഫസ്റ്റ് കണ്ടേ. ഞാൻ നീ വന്നേന്ന് കേട്ടിട്ട് എൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് വരുന്ന എൻ്റെ കർപ്പനാജി വന്നാ നിനക്കൊന്ന് വിളിച്ചൂടെ? എന്താണ് എൻ്റെ കർപ്പനാജി? ഏത് പോയി കിട്ടി? ഉസ്മാൻ പോയി കിട്ടി 8 ലക്ഷം കൊടുത്തിട്ട് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മക്കളിലിരുത്തി ഇടയ്ക്ക് ചിരിക്കുക, കൂട്ടിപ്പിടിക്കുക. അപ്പോഴാണ് മക്കൾക്ക് പ്രിയമുള്ളവരെ ഉമ്മാനെ മിസ് ചെയ്യും. എൻ്റെ ഉമ്മ, സുബ്ഹാനല്ലാഹ്, അത് വല്ലാത്തൊരു ബന്ധാ പ്രിയമുള്ളവരെ. ഉമ്മാനെ മക്കൾക്ക് മിസ് ചെയ്യും, അതിൽ ചേർത്ത് പിടിക്കും. ഒരു ഗുണവും കൂടി തോറ്റു കൊടുക്കണം. ആരായി നമ്മളെ മുന്നിലുള്ളത്? ആരാ? മുറിച്ചാൽ മുറിയാത്ത ബന്ധത്തിലുള്ള ഉമ്മ മക്കളല്ലേ. പിന്നെ ഭാര്യ ഭർത്താവ്, അതവിടെ നിന്നോട്ടെ പ്രിയമുള്ളവരെ. അത് നമുക്കൊരു ഫലാണ്. അള്ളാഹു ആരെയും വിധവകളാക്കാതിരിക്കട്ടെ. ഇല്ലാത്തവർക്കാണ് പ്രിയമുള്ളവരെ നമുക്കത് മനസ്സിലാവൂല. ഞാനിവിടെ വരുന്ന 3 ദിവസം മുമ്പ് ഒരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. 18 വയസ്സുള്ള ഒരു മോൻ്റെ വീടാത്. 18 വയസ്സുള്ള മോനാണ് എന്നെ ഫോൺ ചെയ്തേ. എന്നിട്ട് എന്നോട് പറയാ, ടീച്ചറെ എനിക്ക് നിങ്ങളെ കാണണം. എന്താ മോനെ കാര്യം? നീ വന്നോ? എൻ്റെ ഓഫീസിലാണ് വന്നേ. ഞാൻ കോർപ്പറേഷൻ ഓഫീസിലിരിക്കുമ്പോൾ ഈ മോൻ വരിക എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് പറയാ, എൻ്റെ ഉപ്പ എനിക്ക് 3 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടു. എന്നെ വളർത്തിയത് വളരെ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ ഉമ്മയായിരുന്നു. എനിക്ക് 18 വയസ്സാവാൻ ഇനിയൊരു 2-3 മാസം കൂടിയുണ്ട്. എൻ്റെ ഉമ്മ 3 മാസം മുമ്പ് മരണപ്പെട്ടു. ഞങ്ങൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. എനിക്ക് എൻ്റെ ഉമ്മ എന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് ഒരു പെണ്ണിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഓട്ടിസ.
അതുകൊണ്ട് അവൾക്ക് നടക്കാനും അവൾക്ക് മിണ്ടാനും ഒക്കെ പ്രയാസമാണ്. എന്നാലും അവളെ പൊന്നുപോലെ എൻ്റെ ഉമ്മ ചികിത്സിക്കുകയും നോക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മ മരിച്ചിട്ട് 3 മാസേ ആവുന്നുള്ളൂ. കഴിഞ്ഞ മാസം എൻ്റെ പെങ്ങൾ പുറത്ത് മുറ്റത്ത് നടന്നു പോകുമ്പം അവളെ തലയിൽ തേങ്ങ വീണു. അവൾ എങ്ങനെയെങ്കിലും നടന്നിട്ട് അപ്പുറത്തിപ്പുറത്തൊക്കെ പോവും. നടന്നു പോകുന്ന സമയത്ത് അവളെ തലയിൽ തേങ്ങ വീണു. അതോടുകൂടി ടീച്ചറെ അവൾ പാടെ കിടപ്പിലായിട്ടും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എൻ്റെ പെങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 1 മാസമായിട്ട് അവൾക്ക് മെൻ്റലാ. അവളെന്തൊക്കെയോ വിളിച്ച് പറയാ. അവൾ ചില സമയത്ത് പൊട്ടിക്കരയും, ചില സമയത്ത് വെറുതെ ചിരിക്കും. ചോദിച്ചതൊന്നുമല്ല പറയുന്നേ. അവൾ എന്നോടൊന്നും മിണ്ടുന്നില്ല. അല്ലാ നീ കാക്ക് തമ്പുരാനെ. ആലോചിച്ച് നോക്കിയേ പ്രിയമുള്ളവരെ, ഉപ്പയില്ലാത്തൊരു യത്തീമായ മോനെ. ഉമ്മ ഉണ്ടായിരുന്നു. ആ ഉമ്മയും പടച്ചറബ് ആ ഉമ്മാനെയും തിരിച്ചെടുത്തോ. ഓട്ടിസം ബാധിച്ച കുട്ടിയാണ് ജനിച്ചതെങ്കിലും ജനിക്കുന്ന സമയത്ത് ഓട്ടിസം ബാധിച്ചിട്ടുണ്ടെങ്കിലും പ്രിയമുള്ളവരെ അവസാനം ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ ഇന്ന് ഞാൻ ആ മോനോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു യാത്രയിലാണ്, നീ ഒരു 2 ആഴ്ച ക്ഷമിക്കേ, ഇൻഷാ അല്ലാ നിൻ്റെ ഉമ്മ മരിച്ചിട്ടില്ല എന്ന് വിചാരിക്കണം, നിൻ്റെ പെങ്ങളാ, പൊന്നുപോലെ നമുക്ക് നോക്കാം. എന്നിട്ട് എന്നോട് പറയാം, ഞാൻ എപ്പോഴും സ്ഥാപനത്തിൽ കിടത്താനല്ല, അവളെ മെൻ്റലൊന്നും മാറ്റിയിട്ട് എനിക്ക് തരണം ടീച്ചറെ. അതാണ് എൻ്റെ ഒരു ആശ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ വയനാട്ടിലൊക്കെ നടന്ന ഉരുൾപൊട്ടൽ കണ്ടൂല്ലേ? നിങ്ങളതൊക്കെ മറന്നില്ലേ? മറന്നു. ഇനിയും പല കുടുംബങ്ങളിലുള്ള 45ഓളം ആളുകൾ മണ്ണിൻ്റെ അടിയിലുണ്ടത്രേ, മയ്യത്ത് വരെ തിരിച്ച് കിട്ടാതെ. ആ കുടുംബക്കാരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അത് എന്നെയും നിങ്ങളെയും പോലുള്ള ഒരു മകളോ ഒരു ഭാര്യയോ ഒരു ഉമ്മയോ ആയിരിക്കും ആ ഖബറിൽ കിടക്കുന്നത്, ആ മണ്ണിൻ്റെ അടി കിടക്കുന്നത്. അവരുടെ ബന്ധുമിത്രാദികൾ, നമ്മൾ ഉമ്മ എന്ത് മരിച്ചോ, മണ്ണിൻ്റെ അടിയിലുണ്ടോ, എവിടെയെങ്കിലും ഉണ്ടാകുമോ? എത്ര പേർ കണ്ണും നട്ട് കാത്തിരിക്കുന്നുണ്ടാവും പ്രിയമുള്ളവരെ. ഞാനവിടെ ഖബറിൻ്റെ അടിയിലൂടെ നടന്നു പോയപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിയ ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഒരു പിഞ്ചു പൈതലിൻ്റെ മയ്യത്ത് 5 ഖബറിലാണ് അടക്കം ചെയ്തത്. വെറുതെ ഇങ്ങനെ ഞാൻ മീസാൻ കല്ലിൽ അവർ പേരെഴുതി വെച്ചിട്ടുണ്ട്. ആ പേര് ഞാൻ വെറുതെ ഇങ്ങനെ വായിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു കുഞ്ഞിൻ്റെ പേരെന്നെ 5 ഖബറിൽ. ഇത് 5 കുട്ടിയാണോ അതല്ല ഒരു കുട്ടിയാണോ? അവിടെയുള്ള വളണ്ടിയറോട് ഞാൻ ചോദിച്ചോ, ഇതിലുണ്ട് ഇഹാൻ മോൻ 3 വയസ്സ്, ഇഹാൻ മോൻ ഇങ്ങനെ എഴുതി വെച്ചിട്ട്. അപ്പോൾ പറയണേ, അതോ ടീച്ചറെ കൈ കിട്ടിയപ്പോൾ DNA ടെസ്റ്റ് നടത്തി ഇന്ന കുട്ടി അവിടെ ഖബറടക്കി പേരെഴുതി വെച്ചോ. പിന്നെയും തെരച്ചിലാ. ആ തെരച്ചിലിൽ പിന്നെ കിട്ടുന്നു തലയൊട്ടിച്ചട്ടി, ഇതാ ഈ ഭാഗം DNA ടെസ്റ്റ് നടത്തുന്നു, ഇന്ന കുട്ടി അപ്പുറത്തെ ഭാഗത്തൊരു ഖബറിൽ അടക്കം ചെയ്യുന്നു, മീസാൻ കല്ലിൽ പേരെഴുതി വെക്കുക. പിന്നെ കിട്ടുകയാണ് കാല്, പിന്നെ കിട്ടുകയാണ് ഉടല്. ഇങ്ങനെ 5 കഷണം 5 ഖബറിൽ ഒരു പിഞ്ചു പൈതലിൻ്റെ മയ്യത്ത്. പടച്ചോനെ, ഇതാരെ ചിന്തിപ്പിക്കാനാ പ്രിയമുള്ളവരെ? ഇതാരെ ചിന്തിപ്പിക്കാനാ? നമ്മളെ ചിന്തിപ്പിക്കാനാ. 3 മക്കളെ കിടത്തിയ ഖബറിൻ്റെ 3 മഞ്ച് വെച്ചൊരു കാഴ്ച. ഞാൻ ചോദിക്കുകയാണ്, ഇതെന്താ? അപ്പോൾ ഒരമ്മൻ്റെ 3 മക്കള്, നവീൻ 9 വയസ്സുള്ള 3 മക്കള്. ആ 3 മക്കളെ പേര് 3 മഞ്ച് അവിടെ വെച്ചിട്ടുണ്ടേ. അപ്പോൾ പറയാ, ഇന്നലെ അവൻ്റെ മാമ വന്നിട്ട്, അമ്മൻ്റെ ആങ്ങള വന്നിട്ട് ഒരു പെങ്ങളെ മക്കൾക്ക് എന്നും അവൻ വീട്ടിൽ പോകുമ്പം ഈ 3 മക്കളും മാമാന്ന് വിളിച്ചോടി വരും. 7 വയസ്സ് 5 വയസ്സ് 4 വയസ്സ് 3 വയസ്സുള്ള ഒരമ്മൻ്റെ 3 മക്കള്, അമ്മ അച്ഛൻ. നമ്മുടെ മുന്നിൽ തന്നതൊന്നും പ്രിയമുള്ളവരെ നമ്മൾ ആശിച്ചത് കൊണ്ടല്ല. നമ്മളെ മുന്നിൽ അല്ലാഹു എന്തൊക്കെ തന്നിട്ടുണ്ടോ തന്നതൊന്നും നമ്മളൊരാളും ആശിച്ചിട്ടല്ല. നമ്മളാരെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് പ്രിയമുള്ളവരെ നമ്മുടെ വിഷമം, നമ്മുടെ സങ്കടം ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ നമുക്ക്
വിൽപ്പന നടത്താൻ പറ്റുമായിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ തിരക്കുള്ള മാർക്കറ്റ് ഏതായിരിക്കുമെന്ന് നിങ്ങൾക്കറിയോ? സങ്കടവും വിഷമവും വിൽപ്പന നടത്തുന്ന മാർക്കറ്റായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്കുള്ള മാർക്കറ്റ്. നമുക്ക് ഈ ദുനിയാവ് ആർക്കും വിഷമിഷ്ടല്ല, സങ്കടം ഇഷ്ടമല്ല. ആർക്കാ വിധവയാകാൻ ഇഷ്ടം? ആർക്കാ യത്തീമാവാൻ ഇഷ്ടം? എൻ്റെ സ്ഥാപനത്തിലുണ്ട് ഒരു ഹസീന മോള് കിടക്കുന്നത്. ഇവിടെ ഇങ്ങനെ പഴുത്തിട്ട്, ഇങ്ങനെ വണ്ണം വെച്ചിട്ട് പഴുത്തിട്ട് ജന്മനുള്ള കുരുവാണ്. ഇന്ന് അവൾക്ക് 23 വയസ്സാ. അവൾ ഉമ്മ ഉണ്ടായിരുന്നു 6 മാസം മുമ്പ് വരെ. ആ ഉമ്മ അവൾ അടുത്തന്നെ കിടക്കും. ഒരസുഖമില്ലാത്ത ഉമ്മയാ, പക്ഷെ ഒന്നും മിണ്ടൂല. ഈ മകള് കിടക്കുന്ന കാഴ്ചയിൽ അവൾ നല്ലോണം ചിരിക്കും, ചില സമയത്ത് എന്തൊക്കെയോ പറയും, ചില സമയത്ത് പൊട്ടിക്കരയും. ഞാൻ എന്നും പറയും, പടച്ചോനെ ആ ഉമ്മാനെയും മോളിയും നീ എന്നും അതുപോലെ ഇവിടെ ബാക്കിയാക്കണേ റബ്ബേ. കാരണം അവർക്ക് വേറൊന്നുമില്ല. അവർ രണ്ടാളും പരസ്പരം ഒരു കട്ടിലിലാണ് കിടക്കുന്നത്. ഒരസുഖമില്ലാത്ത ഉമ്മയാ. ഒരു വൈകുന്നേരം തളരുന്നു. എന്നെ വിളിച്ച് പറയാ, ടീച്ചറെ ഹസീനൻ്റെ ഉമ്മാക്കൊരു ക്ഷീണം, ഹോസ്പിറ്റൽ കൊണ്ടോ? ആ ഹോസ്പിറ്റൽ കൊണ്ടുപോയത് വെന്റിലേറ്ററിലായിരുന്നു. 3 ദിവസം കഴിയുമ്പോഴേക്കും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ മയ്യത്ത് ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ചില്ല. എന്താ അറിയോ, എനിക്ക് ആ മകൾക്ക് ആ ഉമ്മാൻ അവസാന നോട്ടം, ആ ഒരു കാഴ്ച കാണാൻ ശക്തിയില്ല എന്ന് എനിക്കറിയാം. അവൾ ചോദിക്കും എന്നോട്, എൻ്റെ ഉമ്മ എന്തേ, എൻ്റെ ഉമ്മ എന്ത് എന്ന് അവൾ ചോദിക്കും. ഞങ്ങൾ തൊട്ടടുത്ത CH സെൻ്ററിൽ നിന്നാണ് കുളിപ്പിച്ചേ. അവിടെ നിന്നാണ് ഞങ്ങൾ നിസ്കരിച്ചത്. ഇന്നും അവൾ എന്നോട് ചോദിക്കും, ടീച്ചറേ സോറ. ചില സമയത്ത് ഞാൻ സോറാന്ന് വിളിക്കുന്ന കേട്ടിട്ട് അവളും വിളിക്കും സോറാൻ. ചിലപ്പോൾ ചോദിക്കും, ഉമ്മ പടച്ചോനാരെയും പരീക്ഷിക്കാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടാലാണ് നമുക്കിതറിയാ. അതുകൊണ്ട് ഉള്ളത് നമ്മൾ പരമാവധി പ്രിയമുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, പടച്ചോൻ നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് നാഥ ഇതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ചേർത്ത് പിടിച്ച് അത് നിലനിർത്തുന്നതിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് എല്ലാവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച വ്യക്തിയായിട്ട് ഒരിക്കലും നമ്മെ മരിക്കാത്ത ഓർമ്മകളുമായി ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകാൻ നാഥ നീ നമ്മെ അനുഗ്രഹിക്കുക തമ്പുരാനെ. നമ്മുടെ പ്രാർത്ഥനകളും കർമ്മങ്ങളും നീ നമ്മളിൽ നിന്ന് സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് നീ ഉത്തരം നൽകി അനുഗ്രഹിക്കുന്നാഥ. അപകട മരണങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, കെറിമുറിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നാഥ നമ്മെ മുഴുവൻ ആളുകളെയും നീ പരിപൂർണമായും കാത്തുകൊള്ളണേ തമ്പുരാനെ. അള്ളാഹുവേ, നമ്മുടെ വീടുകൾ നീ മാതാപിതാക്കളില്ലാത്ത വീടുകളാക്കല തമ്പുരാനെ. നമ്മുടെ വീടുകൾ നീ നാഥ ആരോരുമില്ലാത്ത വീടുകളാക്കല തമ്പുരാനെ. അള്ളാഹുവേ, എന്നും നിൻ്റെ അനുഗ്രഹങ്ങൾ നിലനിർത്തുന്ന മഹാഭാഗ്യശാലികളിൽ നീ നമ്മെ ഉൾപ്പെടുത്ത തമ്പുരാനെ. നാഥ, മരണപ്പെട്ട എൻ്റെ പിതാവടക്കമുള്ള ഒരുപാട് പിതാക്കൾ, മാതാക്കൾ, കാരണവന്മാർ, മക്കൾ, ഭർത്താക്കന്മാർ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും ജന്നാത്തുൽ ഫിർദൗസ് നൽകി അവരെയും നമ്മെ നിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുക തമ്പുരാനെ. നാഥ, നാളെ പരലോകത്ത് അർശിൻ്റെ തണൽ ലഭിക്കുന്നവരിൽ നീ നമ്മെ ഉൾപ്പെടുത്തുക തമ്പുരാനെ. നാഥ, ഒരു വിഭാഗം വലങ്കയിലും മറുവിഭാഗം ഇടങ്കയിലും ഗ്രന്ഥമേറ്റു വാങ്ങുമ്പോൾ തമ്പുരാനെ, വലങ്കയിൽ തന്നെ ഗ്രന്ഥമേറ്റു വാങ്ങാൻ നീ തൗഫീക്ക് നൽകുക തമ്പുരാനെ. അല്ലാ, കത്തിജ്വലിക്കുന്ന നരകം അതിഭയാനകമാണ്. ആ നരകത്തിൽ നിന്ന് നമ്മയും നമ്മിൽ നിന്ന് നരകത്തെയും നീ ദൂരപ്പെടുത്തുക തമ്പുരാനെ. നാഥ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു മനസ്സിനും നിരീച്ചെടുക്കാൻ പറ്റാത്ത സ്വർഗം നീ നമുക്ക് ജന്നാത്തുൽ ഫിർദൗസ് തന്നെ നൽകി അനുഗ്രഹിക്കുക തമ്പുരാനെ. റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. اللهم اغفر لنا وارحمنا وارض عنا وتقبل منا وادخلنا الجنة ونجنا من النار يا رب العالمين. اللهم إنا نسألك من خير ما سألك منه نبيك محمد صلى الله عليه وسلم وأنت المستعان وعليك البلاغ ولا حول ولا قوة إلا بالله. آمين برحمتك يا أرحم الراحمين. اللهم حاسبنا حسابا يسيرا. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم إنا نسألك الجنات الفردوس يا رب العالمين. اللهم أجرنا من النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.